എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൃഷ്ണനുണ്ണി. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വെളിച്ചെണ്ണയുടെ മായങ്ങൾ പല ആൾക്കാർ ചേർത്തുന്നു, അത് മുഖേന വില കുറച്ച് കൊടുക്കണു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിന് എതിരായിട്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് മെസ്സേജുകൾ വന്നു തുടങ്ങി. ഒരുപാട് ആൾക്കാർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യം, ഞാൻ സത്യസന്ധമായി തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ പറയണത്, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിനെ നേരാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ പറയുന്ന പോലെ മായങ്ങൾ കലർത്തി വിപണിയിൽ ഇറക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു കാരണവശാലും ഞാനത് ചെയ്യുന്നതല്ല. പിന്നെ ഞാൻ ഈ എന്നെ വിളിച്ച അനാവശ്യമായിട്ട് സംസാരിച്ച ആൾക്കാരോട് പറയുന്നത്, ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ കാരണം 1 സ്വാതന്ത്ര്യം, 2 വിശ്വാസം, 3 കുടുംബം, 4 സ്വപ്നം. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ്. അതായത് സ്വാതന്ത്ര്യം എന്നുദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾ, അവിടെ ആനനെയും ആനപ്പിണ്ടങ്ങളിലെയും പേടിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരികയാണ്. അത് മുഖേന നമ്മൾക്ക് സ്വാതന്ത്ര്യം പറയുന്ന സംഭവം ഇല്ലാതാവുകയാണ്. അടിമകളെ പോലെ പണിയെടുക്കേണ്ട അവസ്ഥ, അത് ഒരു കാരണവശാലും എനിക്കിഷ്ടമല്ല. നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും സ്വാതന്ത്ര്യത്തോട് ചെയ്തു കഴിഞ്ഞാൽ, സന്തോഷത്തോടെ ചെയ്തു കഴിഞ്ഞാൽ, ആ വർക്കിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്ഷൻ അത് നല്ല രീതിയിലായിരിക്കും. മറിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും പുലികളുടെ സിംഹത്തിൻ്റെ കൂട്ടിലിട്ട് ഉള്ള അവസ്ഥയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ശരിയാകുന്നതല്ല. ഈ ഏതൊരു സ്ഥാപനങ്ങളിലും ഒറ്റുകൊടുത്ത് യൂദാസിനെ പോലെ നടക്കുന്നവർക്ക് കാലമുണ്ട്. സാധാരണ രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കാലമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ ഒരു കാര്യം. 2 വിശ്വാസം. അതായത് എനിക്ക് ഒരു സംഭവം, ഒരു ഭക്ഷണത്തിൽ ആർക്കും ചെയ്യുന്നതാണെങ്കിലും അത് നല്ല സത്യസന്ധമായി ചെയ്യണം എന്നൊരു തോന്നലുണ്ടായി. ഒരിക്കൽ പോലും മായം ചേർത്താണ്ട് എൻ്റെ കുടുംബത്തിന് എന്താണോ ആവശ്യം അതേപോലത്തെ സാധനങ്ങൾ മറ്റുള്ളവർക്കും എത്തിക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വെളിച്ചെണ്ണ AUK വിശ്വാസം എന്ന് പറയുന്ന ബ്രാൻഡിൽ ഞാൻ ഇറക്കിയിരിക്കുന്നത്. അതായത് എൻ്റെ കുടുംബത്തിനും കൊടുക്കുന്ന എന്താണോ അതേ രീതിയിൽ സമൂഹത്തിന് കൊടുക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ AUK വിശ്വാസം എന്ന പേര് തുടക്കത്തിൽ പല പല പേരുകൾ വന്നാലും എനിക്കും സമൂഹത്തിനൊരു വിശ്വാസപരമായിട്ടൊരു കാര്യം ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ പേരിട്ടത്. പിന്നെ ഞാൻ ഈ സ്വപ്നം കാണാൻ തുടങ്ങി, ഒരു നല്ല സാധനം ബ്രാൻഡ് വളർത്തിയെടുക്കുക, കുടുംബത്തിനായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല പേര് ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പരിപാടി ഇന്നും ചെയ്യും, ഇനിയും ചെയ്യും. അതായത് മായം കലർത്തണം എന്ന് പറയുന്നവർക്ക് ചുട്ട മറുപടി ഞാൻ എൻ്റെ വെളിച്ചെണ്ണയിലൂടെ കാണിച്ചു തരികയാണ്. ഈ വെളിച്ചെണ്ണ ഒരു മായം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ലാബിൽ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ. ഒരു തരി മായം കലർത്തി എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന പൈസ തരാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് എന്നെ ഭീഷണിപ്പെടുത്താനോ ഇത് നിങ്ങൾ വിചാരിച്ചിൽ മാത്രമേ ലോകം നേരാക്കാം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ സാധനം ഉപയോഗിക്കുന്നവർക്ക് 100% നല്ല രീതിയിലുള്ള സാധനം കൊടുക്കുക എന്നൊരൊറ്റ ഉദ്ദേശമുള്ളൂ. മായം ചേർത്തിയിട്ട് ഒരുപാട് സാധനം പൈസ ഉണ്ടാക്കിയിട്ട് അത് ആശുപത്രി കൊണ്ട് കെട്ടുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിപണിയിൽ ഈ സാധനം ഇറക്കിയിരിക്കുന്നത്. ഇന്ന് കാലത്ത് പോലും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയവരോട് ഒന്നും കൂടി പറയുകയാണ്, ഞാൻ ഈ നിങ്ങൾ നിൽക്കുന്ന മാർക്കറ്റിൽ ഞാൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ വിരട്ടലോ ഉള്ള പരിപാടിയൊന്നും നടക്കുന്ന കേസല്ല. അതിന് വേറെ ആളെ നോക്കുക. ഞാൻ വീണ്ടും പറയണു, നിങ്ങളുടെ ഇടയിൽ ഞാനുണ്ടാവും സത്യസന്ധമായിട്ട്. പിന്നെ ആനപ്പിണ്ടത്തിനെ പേടിക്കേണ്ട കാലം കഴിഞ്ഞ അവസ്ഥയാണ്.
അത് കാരണം ഇതിലും വലിയ കളികൾ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. സത്യസന്ധമായി ചെയ്യുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി. ഭീഷണി വേണ്ട, ഞാൻ ഈ മാർക്കറ്റിൽ ഈ സാധനം ഇറക്കുക തന്നെ ചെയ്യും. സത്യസന്ധമായിട്ടുള്ള സാധനം ഞാൻ ഇറക്കുക തന്നെ ചെയ്യും. അതായത് എൻ്റെ AUK വിശ്വാസം പറയുന്ന എണ്ണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിക്കോ. എന്തായാലും ഈ മായം കലർത്തിയിട്ട് എന്തിനാണ് ഉണ്ടാക്കേണ്ട ആവശ്യം? മനസ്സിലായില്ലേ? അപ്പോൾ തൽക്കാലം ഭീഷണിപ്പെടുത്തുന്നവർക്ക് ഒരു തക്ക താക്കീതായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, നന്ദി, നമസ്കാരം.